4 പാർട്ടികളെ ഉൾപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലീകരിച്ചതായി LDF കൺവീനർ A. വിജയരാഘവൻ അറിയിച്ചു. INL, കേരള കോൺഗ്രസ് B, ജനാധിപത്യ കേരള കോൺഗ്രസ്, ലോക് താന്ത്രിക് ജനതാദൾ എന്നീ പാർട്ടികളെ ഉൾപ്പെടുത്തിയാണ് LDF വിപുലീകരിച്ചത്. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP വർഗീയ ചേർതിരിവ് നടത്തുകയാണ്. ഇതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് മുന്നണി വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. 4 പാർട്ടികളെ ഉൾപ്പെടുത്തിയാണ് മുന്നണി വിപുലീകരിച്ചത്. ലോക് താന്ത്രിക് ജനതാദൾ വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, INL, നമ്മുടെ കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് B, ഈ 4 രാഷ്ട്രീയ പാർട്ടികളെ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് ഇന്നെടുത്തിട്ടുള്ള തീരുമാനം. കേരള കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ചു വന്ന പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ഫ്രാൻസിസ് ജോർജാണ് നേതൃത്വം നൽകുന്നത്. R. ബാലകൃഷ്ണപിള്ളയാണ് കേരള കോൺഗ്രസ് Bയുടെ നേതൃത്വം. പാർട്ടിയുടെ പ്രതിനിധിയായി KB ഗണേഷ് കുമാറാണ് നിയമസഭയിലുള്ളത്. മതനിരപേക്ഷ നിലപാടെടുത്ത് മുസ്ലിം ലീഗിൽ നിന്ന് ഭിന്നിച്ചു വന്ന പാർട്ടിയാണ് INL. 1/4 നൂറ്റാണ്ടായി LDFുമായി സഹകരിക്കുന്ന പാർട്ടിയാണ് INL. ദേശീയതലത്തിൽ ശരത് യാദവും വീരേന്ദ്രകുമാറും നയിക്കുന്ന ലോക് താന്ത്രിക് ജനതാദളിന് MV ശ്രേയാംസ് കുമാറാണ് കേരളത്തിൽ നേതൃത്വം നൽകുന്നത്. CK ജാനു നേതൃത്വം നൽകുന്ന പാർട്ടി ഉൾപ്പെടെ മറ്റു ചില പാർട്ടികളും LDFുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മറ്റു ചില പാർട്ടികൾ ഇപ്പോൾ തന്നെ സഹകരിക്കുന്നുമുണ്ട്. 4 പാർട്ടികളെ മുന്നണിയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായതെന്നും LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. മന്ത്രിസഭാ പുനഃസംഘടന ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളെ പിന്നോട്ടടിക്കുന്ന വിധത്തിൽ BJPയും കോൺഗ്രസും നിലപാടെടുക്കുകയാണെന്ന് വിജയരാഘവൻ കുറ്റപ്പെടുത്തി. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് BJPയുടെ ശ്രമം. അതിന് പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയുമാണ്. ഏറെ അപകടകരമായ ഈ സ്ത്രീവിരുദ്ധത കാണാതിരിക്കാൻ കഴിയുകയില്ല. കേരളത്തെ ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നതെന്നും വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടതുമുന്നണി പ്രവേശനത്തിൽ നന്ദി അറിയിച്ച നേതാക്കൾ. മുന്നണി പ്രവേശനത്തിൽ സന്തോഷമെന്ന വീരേന്ദ്രകുമാറും ബാലകൃഷ്ണപിള്ളയും ഫ്രാൻസിസ് ജോർജും പ്രതികരിച്ചു. ഞങ്ങൾ LDFിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടില്ല. ഞങ്ങൾ ഔപചാരികമായി LDF വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ, അവരുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ LDFിൽ ഇല്ല എന്നൊരു ധാരണ ഇതേവരെ ഉണ്ടായിരുന്നിട്ടില്ല. LDFിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് തുടരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ഥാനമാനങ്ങളൊന്നും പ്രശ്നമല്ല. ആശയപരമായി കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് തിരിച്ചു വന്ന സന്തോഷമുണ്ട്. ഒരു സീറ്റിൻ്റെ പേരിൽ നിന്നല്ല ഈ പറയുന്നത്. ഞാനിത് കാണുന്നത് ഇന്ത്യൻ പോളിറ്റിക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് ഞങ്ങൾ പോകുന്നത്. അത് വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഫൈറ്റ് ടുഗദർ. സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിലുമൊക്കെ ഞങ്ങളുടെ കഴിവും സംഘടനാശേഷിയും അനുസരിച്ച് ഞങ്ങളുടേതായിട്ടുള്ളൊരു പങ്ക് ഞങ്ങളും വഹിക്കും. അതിന് ഞങ്ങളെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും വളരെ വലിയ ഉത്തേജനം പകരുന്ന ഒരു നടപടിയാണ്. അതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. വളരെ ശക്തമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന, പ്രബലപ്പെടുത്തുന്ന ദൗത്യവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും. RLSPക്ക് പിന്നാലെ അപ്നാദളും NDA വിടാനൊരുങ്ങുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പരിപാടികളിൽ നിന്ന് പാർട്ടി പ്രതിനിധികളെ ബോധപൂർവം ഒഴിവാക്കുന്നതിലും കൂടുതൽ സീറ്റുകൾ നൽകണമെന്ന ആവശ്യം പരിഗണിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പാർട്ടി സഖ്യം വിടാൻ ഒരുങ്ങുന്നത്. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യം വന്നാൽ NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഈ ആശങ്ക BJPയെ അലട്ടുന്നതിനിടയിലാണ് ഘടകകക്ഷിയുടെ പുതിയ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പരാജയം മുന്നിൽ കണ്ടാണ് അപ്നാദളും മുന്നണി വിടാനുള്ള ആലോചന സജീവമാക്കിയത്. ഉത്തർപ്രദേശിൽ BJPയുടെ ജൂനിയർ സഖ്യകക്ഷിയാണ് അപ്നാദൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികളിൽ നിന്ന് അപ്നാദൾ പ്രതിനിധികളെ ഒഴിവാക്കുന്നത് തുടർക്കഥയായതോടെയാണ് ദളിന്റെ നീക്കം. കേന്ദ്രമന്ത്രിസഭയിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സഹമന്ത്രിയായ അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേലിനെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പരിപാടികളിൽ നിന്നും തുടർച്ചയായി ഒഴിവാക്കുന്നു. ഉത്തർപ്രദേശ് BJPയുടെ ഈ രീതി തിരുത്താൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ലെങ്കിൽ BJPക്ക് ഉത്തർപ്രദേശിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് അപ്നാദൾ അധ്യക്ഷൻ ആശിഷ് പട്ടേലിന്റെ മുന്നറിയിപ്പ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 സീറ്റുകളിലും അപ്നാദൾ വിജയിച്ചിരുന്നു. ഇത്തവണ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് ദളിന്റെ ആവശ്യം. എന്നാൽ ഈ അവകാശവാദത്തോട് BJP അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മുന്നണി വിടാനുള്ള അപ്നാദളിന്റെ നീക്കത്തിന് ഇക്കാരണവും വേഗത പകരും.
ഉത്തർപ്രദേശിലെ മറ്റൊരു NDA സഖ്യകക്ഷിയായ SBSBയും BJP സമീപനത്തിൽ തൃപ്തരല്ല എന്ന് ആശിഷ് പട്ടേൽ പറയുന്നു. BSP-SP സഖ്യം വന്നാൽ NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർവേ ഫലം പറയുന്നു. ഇതിനിടെയാണ് ഉത്തർപ്രദേശിൽ തന്നെ NDAക്ക് വിള്ളലുണ്ടാകുന്നത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കില്ലെന്ന് ഉറപ്പായ BJPക്ക് സഖ്യകക്ഷികളും മുന്നണി വിട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന പ്രഹരം ചെറുതായിരിക്കില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല വിധി വേഗം തീർപ്പാക്കിയ കോടതി എന്തിന് അയോധ്യ കേസ് തീർപ്പാക്കുന്നതിൽ മടി കാണിക്കുന്നുവെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. അയോധ്യ കേസ് വേഗത്തിൽ തീർപ്പാക്കാൻ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ഇരട്ടത്താപ്പ് നയമാണ് അയോധ്യ വിഷയത്തിൽ കാണുന്നത്. രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവന നിർഭാഗ്യകരമാണെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രതികരിച്ചു. ശബരിമല കേസ് വേഗം തീർപ്പാക്കിയതുപോലെ അയോധ്യ കേസും ഉടൻ തീർപ്പാക്കണമെന്നാണ് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല വിധിയെ ആദ്യം സ്വാഗതം ചെയ്ത BJP അവസരവാദ രാഷ്ട്രീയത്തിലൂടെ കാലുമാറി. എന്നാൽ അയോധ്യയിൽ വ്യക്തമായ ഇരട്ടത്താപ്പ് നയം കൈക്കൊണ്ടിരിക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. രാമക്ഷേത്ര നിർമ്മാണം വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ കയറിയ BJP സർക്കാരുമായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ സഹകരിക്കില്ലെന്ന് ശിവസേനയും സംഘപരിവാർ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ ശിവസേനയും സംഘപരിവാർ സംഘടനകളും സഹകരിച്ചില്ലെങ്കിൽ BJPയുടെ കാര്യം കൂടുതൽ പ്രതിസന്ധിയിലാവും. ഈ സാഹചര്യത്തിലാണ് BJP സംഘപരിവാർ സംഘടനകളെ പ്രീതിപ്പെടുത്തൽ നയം സ്വീകരിച്ചിരിക്കുന്നത്. BJPയുടെ അഭിഭാഷക സംഘടനയായ അഖില ഭാരതീയ അധിവക്ത പരിഷത്തിന്റെ 15ാം സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രവിശങ്കർ പ്രസാദ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് MR ഷാ, അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗോവിന്ദ് മത്തൂർ എന്നിവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. അതിനിടെ രവിശങ്കർ പ്രസാദിന്റെ പ്രസ്താവന നിർഭാഗ്യകരമാണെന്നും കേസിൽ കോടതിയെ സമ്മർദ്ദത്തിലാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആവശ്യപ്പെട്ടു. കോടതിയിലുള്ള കേസിൽ നിയമമന്ത്രി ഇടപെടുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും ബോർഡ് സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും എല്ലാ രേഖകളും പരിശോധിച്ച് കേസ് തീർപ്പാക്കിയാൽ മതിയെന്നും ബാബറി ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. 2.77 ഏക്കർ ഭൂമി 3ആയി വിഭജിച്ച് നൽകിയ അലഹബാദ് കോടതി വിധിക്കെതിരെ 14 ഹർജികളാണ് സുപ്രീം കോടതിയിലുള്ളത്. സമയബന്ധിതമായി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ ജനുവരി 4 സുപ്രീം കോടതി വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തങ്കഅങ്കി രഥഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തി. തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനുള്ളിൽ നടക്കും. നാളെ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, തങ്കഅങ്കി രഥഘോഷയാത്ര സന്നിധാനത്ത് എത്തിയിരിക്കുന്നു. ഇനി ഏതൊക്കെ ചടങ്ങുകളാണ് നടക്കാനുള്ളത്? ഒപ്പം വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണോ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്? വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന ദിവസങ്ങളിലെ പോലെ തന്നെ തിരക്ക് ഇന്ന് ഇല്ല. കാരണം ഇന്നിപ്പോൾ ഭക്തർക്ക് തങ്കയങ്കി കൊണ്ടുവരുന്നത് കാരണം ശരംകുത്തിയാലിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചതാണ്. ഇപ്പോൾ നട തുറന്നിരിക്കുന്നു. അല്പസമയത്തിനകം എന്തായാലും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അതോടുകൂടി ഭക്തന്മാർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിക്കും. എന്തായാലും തങ്കയങ്കി ശബരിമല സന്നിധാനത്ത് പൊന്നയ്യന് ചാർത്താനുള്ള തങ്കയങ്കി അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് എത്തും. 18 പടി കഴുകി വൃത്തിയാക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുന്ന തങ്കയങ്കി 18 പടിക്ക് മുകളിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ശ്രീകോവിലേക്ക് തങ്കയങ്കി ആനയിക്കുകയും അവിടെ വെച്ച് മേൽശാന്തിയും അതുപോലെ തന്നെ തന്ത്രിയും ചേർന്ന് തങ്കയങ്കി സ്വീകരിക്കും. തുടർന്ന് പൊന്നയ്യന് ചാർത്തി തങ്കയങ്കിയുടെ പ്രഭയിൽ തെളിയുന്ന പൊന്നയ്യനെ കാണാൻ വേണ്ടി ഭക്തജനങ്ങൾ ശ്രീകോവിലിന് മുന്നിലെത്തും. ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായി ഭക്തിസാന്ദ്രമായി ശബരിമല അന്തരീക്ഷം ഇനി മാറാൻ ഏതാനും നിമിഷം കൂടിയേ ബാക്കിയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് തങ്കയങ്കി ഏത് നിമിഷവും ഇവിടെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഭക്തർ. അതുകൊണ്ട് തന്നെ ശരണമന്ത്രങ്ങൾ മാത്രമാണ് ശബരിമലയിൽ മുഴങ്ങുന്നത്. ഭക്തി സാന്ദ്രമാണ് ശബരിമല അന്തരീക്ഷം. രേഷ്മ, ശരി, വ്യക്തമാണ് വിഷ്ണു. തങ്കയങ്കി രഥഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തി. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനുള്ളിൽ നടക്കും. വിവരങ്ങളാണ് വിഷ്ണു പ്രസാദ് സന്നിധാനത്ത് നിന്നും തത്സമയം നൽകിയത്. ശബരിമലയിൽ ഇതുവരെ 32 ലക്ഷം തീർത്ഥാടകരെത്തിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനം കുറഞ്ഞു. തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമം നടന്നു. പോലീസ് ആത്മസംയമനത്തോടെ ഇടപെട്ടുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ആ ക്രമീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മണ്ഡലകാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഈ കഴിഞ്ഞ 41 ദിവസക്കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ തീർത്ഥാടനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെ ആത്മസംയമനത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇക്കാര്യങ്ങൾ ഇടപെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച്
രസകരമായിട്ടുള്ള കണക്കുകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നേരത്തെ ഒരു പ്രസിഡന്റ്, പഴയൊരു പ്രസിഡന്റ് ഏകദേശം 1 കോടിയോളം ആളുകൾ വന്നു എന്നൊരു കണക്ക് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് വന്ന പ്രസിഡന്റ് ഇതിനേക്കാൾ കുറഞ്ഞു എന്ന് പറയുന്നൊരു മോശമായതുകൊണ്ട് അദ്ദേഹം 1.5-ക്കും 2 കോടിക്കും ഇടയ്ക്ക് ആൾ വന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സമരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ അത് 4 കോടിയായിട്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥ. ഇപ്പം 5 കോടി വരെ എത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ വർഷം ശബരിമലയിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ എണ്ണം 68 ലക്ഷമാണ്. അത് ഇപ്രാവശ്യം ഇതുവരെ 30 ലക്ഷത്തിലധികം വന്നു കഴിഞ്ഞു. ഇത് നമ്മളൊരു ഇല്ലാത്ത കണക്ക് പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനാവശ്യമായ കണക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥ കണക്ക് ഞങ്ങൾ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികൾ ചരടുവലികൾ ആരംഭിച്ചു. മധ്യകേരളത്തിലെ 6 മണ്ഡലങ്ങളിലേക്കായി 50-ലേറെ നേതാക്കളാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത്. ഇതിനിടെ കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനുള്ള ചരടുവലികൾ KM മാണി ആരംഭിച്ചു. മാവേലിക്കര മുതൽ തൃശൂർ വരെയുള്ള മധ്യകേരളത്തിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോട്ടയം ഒഴികെ 6ഉം കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള കോട്ടയവും കോൺഗ്രസ് മത്സരിച്ച ഇടുക്കിയും പരസ്പരം വെച്ചുമാറാൻ ആലോചിച്ചെങ്കിലും മാണി ഗ്രൂപ്പിന്റെ നിസ്സഹകരണം മൂലം ആ നീക്കം തുടക്കത്തിലേ പൊളിഞ്ഞു. ഇടുക്കി തെരഞ്ഞെടുത്താൽ ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് മാണിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനാണ് മാണിയുടെ ശ്രമം. കോട്ടയം ലഭിച്ചാൽ ഉമ്മൻചാണ്ടിയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കോൺഗ്രസിലെ ധാരണ. കോട്ടയം വിട്ടുതരില്ലെന്ന് മാണി അറിയിച്ചതോടെ ഉമ്മൻചാണ്ടിയെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. എന്നാൽ ഇടുക്കി സീറ്റിനായി 7 പേർ രംഗത്തുണ്ട്. ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ, PC ചാക്കോ തുടങ്ങിയവരാണ് ഇടുക്കിക്കായി ഇടിക്കുന്നത്. എറണാകുളമാണ് UDF സ്ഥാനാർത്ഥി ബാഹുല്യം നേരിടുന്ന മറ്റൊരു മണ്ഡലം. സിറ്റിംഗ് MP KV തോമസിനാണ് മുൻതൂക്കം. സിമി റോസ്ബൽ ജോൺ, ഹൈബി ഈഡൻ, ടോണി ചമ്മണി, മുൻ കളക്ടർ MP ജോസഫ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ നേതാക്കളും സീറ്റിനായി ശ്രമിക്കുന്നു. AK ആന്റണിയുടെ പിന്തുണ KV തോമസിനാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും സിമി റോസ്ബൽ ജോണിനു വേണ്ടി ഹൈക്കമാൻഡിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞു. നിലവിൽ PSC അംഗമായ സിമിയുടെ കാലാവധി ജനുവരിയിൽ പൂർത്തിയാകും. തൃശൂരിനായി PC ചാക്കോയും VM സുധീരനും കടുത്ത മത്സരത്തിലാണ്. തനിക്ക് ലഭിച്ചില്ലെങ്കിൽ TN പ്രതാപന് സീറ്റ് നൽകണമെന്നാണ് സുധീരന്റെ ഉപാധി. ചാലക്കുടി മണ്ഡലത്തിനായി KP ധനപാലൻ, TN പ്രതാപൻ, PC ചാക്കോ തുടങ്ങിയ നേതാക്കളുടെ ഒരു നിര തന്നെ രംഗത്തുണ്ട്. ചാലക്കുടി, തൃശൂർ മണ്ഡലങ്ങളിൽ 1 യൂത്ത് കോൺഗ്രസിന് നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിത്രം മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ കോൺഗ്രസിൽ മറ്റൊരു മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. സീറ്റിനായുള്ള നെട്ടോട്ടത്തിലാണ് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും കേരളത്തിൽ. ഇതിനിടെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യയെ മത്സരിപ്പിക്കാനുള്ള KM മാണിയുടെ നീക്കം UDFൽ മറ്റൊരു കലാപത്തിന് വഴി തുറന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം കീറാമുട്ടിയായേക്കും. 40-ൽ 20 സീറ്റുകളിലും മത്സരിക്കണമെന്നാണ് RJDയുടെ താൽപര്യം. വിട്ടുവീഴ്ച ചെയ്യാൻ RJD തയ്യാറായില്ലെങ്കിൽ ബാക്കിയാവുക 20 സീറ്റുകൾ മാത്രം. ഈ 20 സീറ്റുകളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 7 പാർട്ടികൾ വീതിച്ചെടുക്കേണ്ടത്. 3 സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുക കൂടി ചെയ്താൽ സീറ്റ് വിഭജനം കൂടുതൽ പ്രതിസന്ധിയിലാകും. 8 പാർട്ടികളുള്ള മഹാസഖ്യത്തിന് ബീഹാറിലെ ലോക്സഭാ സീറ്റ് വിഭജനം ചെറിയ തലവേദനയായിരിക്കില്ല. 20 സീറ്റുകളിൽ കോൺഗ്രസും ബാക്കിയുള്ള സീറ്റുകളിൽ മറ്റ് പാർട്ടികളുമെന്ന 2020 ഫോർമുല മുൻപ് കോൺഗ്രസാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ 20 സീറ്റുകളിൽ മത്സരിക്കാനാണ് RJDയുടെ ഇപ്പോഴത്തെ ആലോചന. മുതിർന്ന നേതാക്കളെല്ലാം ഈ നിലപാടിലുമാണ്. വിട്ടുവീഴ്ചയ്ക്ക് RJD തയ്യാറായില്ലെങ്കിൽ ബാക്കിയുള്ള 20 സീറ്റുകൾ 7 പാർട്ടികൾ വീതിച്ചെടുക്കേണ്ടി വരും. 3 സംസ്ഥാനങ്ങളിൽ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ് 12 സീറ്റുകളിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. NDA വിട്ട RLSPയും മുകേഷ് സാഹ്നിയുടെ വികാസ് പാർട്ടിയും ഇപ്പോൾ സഖ്യത്തിന്റെ ഭാഗമാണ്. 5 സീറ്റാണ് RLSPയുടെ ആവശ്യം. LJD 2ഉം HAM 3ഉം സീറ്റുകൾ ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം വികാസ് പാർട്ടി, CPI, CPIML എന്നിവരെ ഒരു സീറ്റെങ്കിലും നൽകി സഖ്യത്തിന്റെ ഭാഗമാക്കി നിലനിർത്തുകയും വേണം. ഏതായാലും പാർട്ടികളുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ള സീറ്റ് വിഭജനം ബീഹാറിൽ സാധ്യമാകില്ലെന്ന് ഉറപ്പ്. അർഹതപ്പെട്ട സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മഹാസഖ്യം വിടുമെന്ന ഭീഷണിയും പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജിതൻ റാം മാഞ്ചിയുടെ HAM മുന്നണി വിടുമെന്ന സമ്മർദ്ദതന്ത്രം പുറത്തെടുത്തു കഴിഞ്ഞു. ജനുവരി 14-ന് ശേഷമായിരിക്കും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് പാർട്ടികൾ കടക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ വായിൽ ബി.ജെ.പി നേതാവ് വടികുത്തി കയറ്റി. അഖിലേഷ് യാദവിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞയാളുടെ വായിലേക്ക് ബി.ജെ.പി നേതാവ് മുഹമ്മദ് മിയാണ് വടികുത്തി കയറ്റിയത്. തടയാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും നേതാവ് ആക്രമിക്കാൻ ശ്രമം നടത്തി. ദൃശ്യങ്ങൾ പുറത്തായതോടെ മിയയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ലെന്നും തന്റെ വോട്ട് സമാജ്വാദി പാർട്ടിക്കാണെന്നും പറഞ്ഞതിന്റെ പേരിലാണ് പ്രാദേശിക ബി.ജെ.പി നേതാവ് മുഹമ്മദ് മിയ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ അക്രമം അഴിച്ചുവിട്ടത്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ യുവാവിന്റെ വായിൽ ഊന്നുവടി തിരികെയാണ് മുഹമ്മദ് മിയ ശിക്ഷിച്ചത്. പൊതുനിരത്തിൽ വച്ചായിരുന്നു മിയയുടെ അതിക്രമം. ഉത്തർപ്രദേശിലെ സമ്പൽ മേഖലയിൽ നിന്നുള്ള മുഹമ്മദ് മിയ പ്രാദേശിക ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കായി മത്സരിച്ചിട്ടുണ്ട്. സംഭവം കണ്ട് തടയാൻ പോയ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനും മിയ ശ്രമം നടത്തി. ദൃക്സാക്ഷികൾ സംഭവം പോലീസിനെ അറിയിച്ചെങ്കിലും നേതാവ് സ്ഥലം വിട്ട ശേഷമായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസാകട്ടെ ബി.ജെ.പി നേതാവിന് അനുകൂലമായാണ് റിപ്പോർട്ട് എഴുതിയത്. അക്രമം നേരിട്ട യുവാവിനെ തടഞ്ഞുവെച്ച പോലീസ് യുവാവ് മദ്യപിച്ചെന്നും റിപ്പോർട്ട് നൽകി. എന്നാൽ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മിയയെ ഉടൻ അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസ് ഉറപ്പു നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ RCCയിലെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സഹോദരി സഹോദരന്മാരെ, RCC കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. ഇവിടെ ഹൈടെക് ചികിത്സ ലഭ്യമാകുന്നു. അത് മിക്കവാറും സൗജന്യമായോ തുച്ഛമായ ചെലവിലോ ചികിത്സ നൽകാൻ കഴിയുന്നു. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ സംഭാവനയാണ് RCCക്ക് നൽകാൻ കഴിയുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും ആയ എല്ലാവരും കൂട്ടായി തന്നെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണൻ നായർ മുതൽ ഈ അടുത്ത കാലത്ത് ഇവിടുന്ന് പിരിഞ്ഞ ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ വരെയുള്ളവരുടെ നേതൃത്വത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിൻ്റെ ഫലമായാണ് RCCക്ക് മികച്ച സംഭാവനകൾ നൽകാനായി. ഇപ്പോൾ RCCയുടെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിലാകെ ക്യാൻസർ ചികിത്സക്ക് ആശ്രയിക്കാവുന്ന ഏക സ്ഥാപനം RCC മാത്രമായിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെയുള്ള രോഗികൾ, കേരളത്തിന് പുറത്ത് ചില സ്ഥാപനങ്ങളുണ്ട്, അവിടങ്ങളിൽ പോകുന്നവരുണ്ടാവും, ബാക്കി എല്ലാവരും ഇവിടെ എത്തുന്ന നിലയാണുണ്ടായിരുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രവർത്തന വൈഷമ്യം ഇവിടെയുള്ള ഡോക്ടർമാർക്കും മറ്റും ഉണ്ടാക്കിയെങ്കിലും വലിയ അർപ്പണബോധത്തോടെയാണ് RCCയിലെ ഡോക്ടർമാരും സ്റ്റാഫും ഇവിടെ എത്തുന്ന രോഗികളെ ആകെ പരിചരിച്ചത്. അതിൻ്റെ ഭാഗമായി
ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കാൻ ആർസിസിക്കായിട്ട് വരുന്ന രോഗികളുടെ എണ്ണവും ഇവിടുത്തെ സൗകര്യങ്ങളും താരതമ്യപ്പെടുത്തിയാൽ സൗകര്യം കുറവാണ് എന്നുള്ളത് ഒരു വലിയ പരിമിതിയായി നിൽക്കുന്നുണ്ടായി. കാലം മാറിയതോടെ കൂടുതൽ ആശുപത്രികൾ ക്യാൻസർ ചികിത്സാ രംഗത്ത് വന്നെങ്കിലും RCCയിലെ തിരക്കിന് ഒരു കുറവും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അനുഭവം. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടത് ഒഴിച്ചുകൂടാത്ത ആവശ്യമാണ്. അങ്ങനെയാണ് നിലവിലുള്ള പരിമിതി മറികടക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊരുക്കാൻ ഈ 14 നില കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന നടത്തുന്നു. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രോഗികൾക്ക് വളരെ വേഗത്തിലും സൗകര്യപ്രദമായ വിധത്തിൽ സേവനം ലഭിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. 187 കോടി രൂപ ചെലവിലാണ് ഈ ബഹുനില മന്ദിരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് പൂർത്തിയാകുന്നതോടെ സ്ഥലപരിമിതിയുടെ പ്രശ്നം നല്ല അളവിൽ പരിഹരിക്കാൻ, അതോടൊപ്പം സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനാവശ്യമായ ഫണ്ട് ഉപയോഗിക്കുകയാണ് എന്നുള്ളത് കൂടി കാണേണ്ടതായിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് 2.25 ലക്ഷത്തിലധികം ചതുരശ്രയടി വിസ്തീർണമാണ് ഉണ്ടാവുക. റേഡിയോ തെറാപ്പി മെഷീനുകൾ, അയഡിൻ തെറാപ്പി വാർഡ്, ഇതെല്ലാം ഉൾപ്പെടെയുള്ള ന്യൂക്ലിയർ മെഡിസിൻ സങ്കേതങ്ങൾ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്ററുകൾ, വാർഡുകൾ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകൾ, ലുക്കീമിയ വാർഡ്, രക്തബാങ്ക്, മൈക്രോബയോളജി വിഭാഗം, ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാകും. നിലവിലുള്ള വാർഡുകൾക്ക് പുറമെ ജനറൽ വാർഡുകളും പേ വാർഡുകളും സജ്ജീകരിക്കുന്നതിനുണ്ടാകും. കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകതയായി വരുന്നത് താഴെയുള്ള 2 നില പൂർണ്ണമായും വാഹന പാർക്കിംഗ് സൗകര്യത്തിനാണ് ഉപയോഗിക്കുക. സൗരോർജ്ജമാണ് ഇവിടെ പരമാവധി പ്രയോഗിക്കുക. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ, ഗ്യാസ് പ്ലാന്റ്, അഗ്നിശമന സങ്കേതങ്ങൾ, കേന്ദ്രീകൃത എയർ കണ്ടീഷനിങ് സംവിധാനം തുടങ്ങിയവയെല്ലാം ഇവിടെ സജ്ജമാക്കും. 2 വർഷത്തിനുള്ളിൽ കെട്ടിടം പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇത്തരം സൗകര്യം വർദ്ധിക്കുമ്പോൾ തന്നെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ
കേരളത്തിലാകെ ചികിത്സാ സൗകര്യത്തിന് ഈ ഒരു ആശുപത്രി മാത്രം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ RCCയിൽ ധാരാളം ആളുകൾ എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. പലയിടത്തും ചികിത്സാ സൗകര്യം വർദ്ധിച്ചു. അവിടങ്ങളിലെല്ലാം രോഗികളുടെ എണ്ണത്തിന് കുറവില്ല, RCCയിലെ രോഗികളുടെ എണ്ണത്തിനും കുറവില്ല, വർദ്ധിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെ വ്യാപനം, രോഗത്തിൻ്റെ വ്യാപനം, അത് ഗൗരവമായി തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട്. ജീവിത